Good afternoon. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ? എവിടെ വരെ എത്തിയായിരുന്നു? കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ്സ് അവിടെ അതുവരെ പറഞ്ഞായിരുന്നോ? ഓക്കെ, അവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? ടിപ്പിക്കൽ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഏതൊക്കെയായിരുന്നു? വാഷിംഗ് മെഷീൻ, ഹാൻഡ് അയൺ, ഡ്രയർ, distribution trolley, air compressor, sewing machine, etc. are some of the commonly used equipment in a laundry. Laundryയിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സോയിൽഡ് ഓർ കണ്ടാമിനേറ്റഡ് ലോണ്ടറി. സോയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? മലിനമായ, കണ്ടാമിനേറ്റഡ് ഓർ കണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സഫീർ എന്താ ചോദിച്ചേ? ഇല്ല, ഇവിടെ വരെയല്ലേ നമ്മൾ എടുത്തത്? പ്രോസസിങ് ഓഫ് സോൾട്ട്, ലിനൻ, ആ സർക്കുലേഷൻ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ അല്ലേ? ഓക്കെ, എടുത്തു. ഓക്കെ, അപ്പൊ നമ്മള് എന്റെ ഒരു ഓർമ്മയില് കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ്സ് വരെ പറഞ്ഞു നിർത്തിയെന്നാണ് ഞാൻ ഓർക്കുന്നത്. അതാണ് ഞാൻ ചോദിച്ചത് തന്നെയല്ലേ എന്ന് നിങ്ങളോടൊന്ന് ക്ലിയർ ചെയ്തത്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സോയിൽഡ് ഓർ കണ്ടാമിനേറ്റഡ് ലോണ്ടറി. സോയിൽഡ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ലോണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ? മലിനമാക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട്, ബ്ലഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതും കൊണ്ടൊക്കെ ഒരു മലിനമായിട്ടുള്ള ലോണ്ടറി ആണ് സോയിൽഡ് ലോണ്ടറി എന്ന് പറയുന്നത്. സോയിൽഡ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ലോണ്ടറി എന്ന് പറയുന്നത്. സോയിൽഡ് ഓർ കണ്ടാമിനേറ്റഡ് ലോണ്ടറി ഹാൻഡ്ലിംഗ് ഈസ് വെരി vital for the safety and well-being of patients and staff. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തേ, പേഷ്യൻസ് എന്നാക്കാട്ടോ, പേഷ്യൻസ്. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ലോണ്ടറി ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ നമ്മൾ അതിനകത്ത് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും, മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലോണ്ടറി കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതെന്ന് വെച്ചാൽ അത് ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫുകളാണെങ്കിലും അപ്പോ അതുപോലെ തന്നെ പേഷ്യൻസും ഒക്കെ എന്ത് ചെയ്യണം? അവർക്കുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ സേഫ്റ്റിക്കും വെൽബീങ്, ക്ഷേമത്തിനും സേഫ്റ്റിക്കും ഒക്കെ വേണ്ടിയിട്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മള് തോന്നിയ രീതിയിലൊന്നും എടുക്കാനൊന്നും പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള സോയിൽഡ് ആയിട്ടുള്ള ലോണ്ടറി അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ലോണ്ടറി ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മുടെ പേഷ്യൻസും സ്റ്റാഫിന്റെയും ഒക്കെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. Linen that comes in contact with the workers or individual can become contaminated with the injurious microorganisms and body fluids. അപ്പൊ നമ്മളിങ്ങനെ ഈ ലിനൻ ഇങ്ങനെ കോണ്ടാക്ട് ലിനനുമായിട്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലിനനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സാഹചര്യത്തില് അത് എന്തുണ്ടാവാം? അതില് ഇഞ്ചുറി ഉണ്ടാവാം, ഇഞ്ചുറീസ് മൈക്രോ ഓർഗാനിസംസ്. നമുക്ക് മൈക്രോ ഓർഗാനിസംസ് അതുപോലെ ബോഡി ഫ്ലൂയിഡ്സും കൊണ്ടൊക്കെ അത് എന്ത് ചെയ്യാം? കണ്ടാമിനേറ്റഡ് ആയിരിക്കാം. അപ്പൊ എന്ത് ചെയ്യണം? അത് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE must be worn when infected is handling. അപ്പൊ ഇത് നമ്മൾ ഇൻഫെക്ഷൻ ഉള്ള ഈ ലോണ്ടറി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്ത് ധരിക്കണം എന്നാ പറഞ്ഞേക്കുന്നേ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE ധരിക്കണം. ഇത് നമ്മൾ പഠിച്ചതല്ലേ? PPE HAI നോസോകോമിയൽ ഇൻഫെക്ഷനിൽ നമ്മൾ പഠിച്ചതല്ല ഓൾറെഡി. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് നമ്മൾ ധരിക്കണം. Okay, all infected linen must be washed separately to other items. അപ്പൊ ഇൻഫെക്ഷൻ ഉള്ള ലിനൻ എന്താ? എല്ലാം കൂടി ആയിട്ട് കൂട്ടിക്കലർത്താൻ പാടില്ല. ആ ഇൻഫെക്റ്റഡ് ലിനൻ എന്ത് ചെയ്യണം? അത് സെപ്പറേറ്റ് ചെയ്തിട്ട് അത് മറ്റുള്ള ഐറ്റത്തിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? അത് വാഷ് ചെയ്യണം.
നമ്മൾ പറഞ്ഞല്ലോ, നമ്മളാണെങ്കിലും വാഷിംഗ് മെഷീനിലൊക്കെ തുണി ഇടുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിളക്കിയല്ല ഇടുന്നത് അല്ലെ. അതിനകത്ത് വൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വൈറ്റ് ഡ്രസ് ഒക്കെ നമ്മൾ മാറ്റി വെച്ച് അതൊരു ഇതായിട്ട് നമ്മൾ ഇടും അല്ലെ. കളർ ഇളകുന്നൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്യും. അപ്പൊ അതുപോലെ ഇങ്ങനെ എന്താ അവിടെ പറഞ്ഞേക്കുന്നേ, ഇങ്ങനെ നമ്മള് ഇൻഫെക്ഷൻ ഉള്ള ഇങ്ങനെ ബോഡി ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ള തുണികളിൽ നിന്നും അത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അത് വാഷ് ചെയ്യുന്നത്. ഓക്കെ, ഓൾ ഇൻഫെക്റ്റഡ് ലിനൻ മസ്റ്റ് ബി വാഷ്ഡ് സെപ്പറേറ്റ്ലി ടു അതർ ഐറ്റം. മറ്റുള്ള ഐറ്റത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇൻഫെക്ഷൻ ഉള്ള ഇൻഫെക്റ്റഡ് ലിനന് വാഷ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തിടണം. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ട്രി കളക്റ്റഡ്? ഏതൊക്കെയാണ് പലതരത്തിലുള്ള ലോണ്ട്രി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പലതരത്തിലുള്ള ലോണ്ട്രി കളക്ട് ചെയ്യുന്ന ലോണ്ട്രി ഏതൊക്കെയാന്നുള്ളതാ പറയുന്നത്. അതില് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് യൂസ്ഡ് ലിനൻ. എന്താ, വേർഡിൽ നിന്ന് തന്നെ അറിയാലോ, ലിനൻ എന്ന് പറഞ്ഞാൽ എന്താ, തുണികളാണ്. യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച ലിനൻ, ഉപയോഗിച്ച തുണികൾ. അതെന്താ, ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ഹാസ് ബീൻ യൂസ്ഡ് ഇൻ പേഷ്യന്റ് കെയർ ബട്ട് ഈസ് നോട്ട് അപ്പാരന്റ്ലി സ്റ്റെയിൻഡ്. ഇത് ഈ യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞ പേഷ്യൻസ് യൂസ് ചെയ്ത ലിനൻ ആണ്. പക്ഷെ എന്താ, ബട്ട് ഈസ് നോട്ട് അപ്പാരന്റ്ലി, അത് എന്ന് വെച്ചാൽ ഒരു പ്രത്യക്ഷത്തില് അത് മലിനമല്ല. അപ്പാരന്റ്ലി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തില് അത് നമ്മൾ നേരെ നോക്കുമ്പോൾ അത് വലിയ എന്താ മലിനമായിട്ടൊന്നും ഇല്ല. അപ്പൊ നേരെ നോക്കുമ്പോൾ ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡയറക്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇല്ല. പക്ഷെ എന്താണ്, അത് പേഷ്യൻസ് യൂസ് ചെയ്ത ലിനനാണ്. ഓക്കെ, used linen, this type of linen has been used in patient care but is not apparently stained. പക്ഷെ എന്താ, അത് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അത് മലിനമല്ല, എന്നാൽ പേഷ്യൻസ് യൂസ് ചെയ്ത ലിനനുമാണ്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോയിൽഡ് ലിനൻ ആണ്. സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞാൽ എന്താ, മലിനമായിട്ടുള്ള തുണികള്. സോയിൽഡ്, മലിനമാക്കപ്പെട്ട ലിനൻ. This type of linen has been contaminated or stained as they come in contact with the blood, body fluid, secretions or excretion or other items. അപ്പൊ മലിനമായിട്ടുള്ള ലിനൻ, സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞ എന്താണ്, ദിസ് ഹാസ് ബീൻ കണ്ടാമിനേറ്റഡ്. ഇതെങ്ങനെയാ, കണ്ടാമിനേറ്റഡ് ആണ് ഓർ ടെയിൻഡ്. കണ്ടാമിനേറ്റഡ് ഓർ ടെയിൻഡ്, കണ്ടാമിനേറ്റഡ് ആണ് അല്ലെങ്കിൽ മലിനമാണ്. അതിനകത്ത് എന്തുണ്ടാവും, ബ്ലഡോ, ബ്ലഡിന്റെ ഇതോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സോ എന്തെങ്കിലും സെക്രീഷൻസ്, നമ്മള് തുപ്പല് അല്ലെങ്കിൽ വേർപ്പ് അങ്ങനെയൊക്കെ ഉള്ള ബോഡി സെക്രീഷൻസ് ഉണ്ടല്ലോ, സലൈവ അങ്ങനെയുള്ള ആ ഒരു ഇതുപോലെയുള്ള സെക്രീഷൻസ് ഉണ്ടാകാം. അല്ലെങ്കിൽ ഓർ എക്സ്ക്രീഷൻസ്, എക്സ്ക്രീറ്ററി, യൂറിൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അങ്ങനെയൊക്കെ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അങ്ങനെയുള്ള ലിനനാണ് സോയിൽഡ് ലിനൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഡയറക്റ്റ് നോക്കുമ്പോൾ തന്നെ ഇപ്പൊ ബ്ലഡിന്റെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് നേരെ നോക്കുമ്പോൾ അറിയാലോ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങള് അതിനകത്തൊക്കെ ബ്ലഡിന്റെ ഇതുണ്ടാവും. ഇപ്പൊ ഡയറക്റ്റ് നോക്കുമ്പോൾ നമുക്ക് ബ്ലഡിന്റെ ആ ഒരു പ്രസൻസ് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ലിനനാണ് സോയിൽഡ് ലിനൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഇൻഫെക്റ്റഡ് ലിനൻ ആണ്. അതെങ്ങനെയാ, ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ഹാസ് ബീൻ യൂസ്ഡ് ഓർ സോയിൽഡ് ലിനൻ. ഇത് ഒന്നില്ലെങ്കിൽ യൂസ്ഡ് ലിനൻ ആവാം, ഉപയോഗിച്ച ലിനൻ ആവാം, അല്ലെങ്കിൽ സോയിൽഡ് ലിനൻ ആകാം, മലിനമാക്കപ്പെട്ട ലിനൻ ആവാം. ബട്ട് ഫ്രം എ പേഷ്യന്റ് വിത്ത് എ നോൺ ഓർ സസ്പെക്റ്റഡ് ഇൻഫെക്ഷൻ. അതെങ്ങനെയാ, ഇൻഫെക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് സംശയിക്കുന്ന രോഗികളിൽ നിന്നും കളക്ട് ചെയ്ത ലിനൻ ആണ്. അത് സോയിൽഡ് ലിനൻ ആവാം അല്ലെങ്കിൽ യൂസ്ഡ് ലിനൻ ആവാം. ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസിൽ നിന്നൊക്കെ ശേഖരിക്കുന്ന ആ തുണിത്തരങ്ങൾ, അതാണ് ഇൻഫെക്റ്റഡ് ലിനൻ. നമ്മൾ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ പറഞ്ഞു അല്ലെ, നോസോകോമിയൽ ഇൻഫെക്ഷൻ, അവിടെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസ് ഉപയോഗിച്ചിട്ടുള്ള ക്ലോത്തിങ് ഐറ്റംസ്, ലിനൻസ്, അതൊക്കെ ഇൻഫെക്റ്റഡ് ലിനനിൽ വരുന്നതാണ്. അത് ഒന്നില്ലെങ്കിൽ യൂസ്ഡ് ലിനൻ ആവാം അല്ലെങ്കിൽ സോയിൽഡ് ലിനനും ആകാം. നെക്സ്റ്റ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ തിയേറ്റർ ലിനൻ ആണ്. തിയേറ്റർ ലിനൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ലിനൻ ഓർ സർജിക്കൽ പ്രൊസീജിയർ, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയറിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ലിനൻ ആണ് തിയേറ്റർ ലിനൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ട്രി ലിനൻ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു. യൂസ്ഡ് ലിനൻ,
സോയിൽഡ് ലിനൻ, ഇൻഫെക്റ്റഡ് ലിനൻ, തിയേറ്റർ ലിനൻ. യൂസ്ഡ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ഉപയോഗിച്ചതാണ്, പക്ഷെ നമ്മൾ നേരെ നോക്കുമ്പോൾ അതിൽ വേറെ ഇതെന്താ മലിനമായിട്ടില്ല, പക്ഷെ അത് ഉപയോഗിച്ചത് തന്നെയാണ്. സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞാൽ അത് നേരെ നോക്കുമ്പോൾ തന്നെ അത് ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ തന്നെ അതിനകത്ത് ഉണ്ടാകും. ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറഞ്ഞാൽ അത് യൂസ്ഡ് ലിനൻ ആവാം, അല്ലെങ്കിൽ സോയിൽഡ് ലിനൻ ആവാം. പക്ഷെ എന്താ, ഇൻഫെക്ഷൻ ഉള്ള ഒരു പേഷ്യൻസിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള ലിനൻ ആണത്. തിയേറ്റർ ലിനൻ എന്ന് പറഞ്ഞാൽ സർജിക്കൽ പ്രൊസീജിയറോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലോ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ലിനൻ ആണ്. ക്ലിയർ ആയോ നോക്കിയേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് should be safe from potentially infectious material as well as for good hygiene practices. You should always use gloves when handling taint or contaminated laundry and should remove to change to clean gloves before handling clean laundry. ഇതിനകത്ത് ഉപയോഗിച്ച ശേഷമുള്ള ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ. Okay. Should be safe from potentially infectious material as well as good hygiene. അപ്പൊ ഈ നമ്മൾ എടുക്കുന്ന ഈ ലിനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷ്യസ് മെറ്റീരിയൽസ് ഉള്ളതായിരിക്കും, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലിനൻ ആയിരിക്കണം. അപ്പൊ ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതിൽ നിന്നൊക്കെ നമ്മൾ സേഫ് ആവണം. നമുക്കൊരു സേഫ്റ്റി കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഡയറക്റ്റ് പോയി നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇഷ്ടമുള്ള രീതിക്ക് ഒന്നും കളക്ട് ചെയ്യാൻ പാടില്ല. അവിടെ നമ്മുടെ സേഫ്റ്റിയും കൂടി നമ്മൾ അവിടെ കണക്കിലെടുക്കേണ്ടതുണ്ട്. എന്നുവെച്ചാൽ ഇൻഫെക്റ്റഡ് മെറ്റീരിയലുമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഒരു സേഫ്റ്റി മെഷേഴ്സും കൂടി എടുക്കുന്നുണ്ട്. ആസ് വെൽ ആസ് ഫോർ ഗുഡ് ഹൈജീൻ. അപ്പൊ നമ്മൾ നല്ലൊരു ഹൈജീനിക് പ്രാക്ടീസ് അവിടെ നമ്മൾ കീപ്പ് ചെയ്യണം. അതായത് നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്, ഇവിടെ ഗ്ലൗസുകൾ ധരിക്കണം. അപ്പൊ ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് ഈ പെയിന്റ് ഓർ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലോണ്ട്രി ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഗ്ലൗസ്. അപ്പൊ ഇതിനെ നമ്മുടെ കൈകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൗസ് യൂസ് ചെയ്യാം. ഇനി ആൻഡ് ഷുഡ് റിമൂവ് ടു ചേഞ്ച് ടു ക്ലീൻ ഗ്ലൗസ് ബിഫോർ ഹാൻഡിലിംഗ് ക്ലീൻ ലോണ്ട്രി. എന്നിട്ട് എന്ത് ചെയ്യണം നമ്മള്, അപ്പൊ അത് നമ്മൾ ആ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലോണ്ട്രി ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യണം, നമ്മൾ ഗ്ലൗസ് ഇടണം. നമ്മുടെ സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൗസ് ധരിക്കണം എന്നാ പറയുന്നത്. എന്നിട്ട് നമ്മൾ അത് ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഈ നമ്മൾ ക്ലീൻ ലോണ്ട്രി, അപ്പൊ അത് കഴിഞ്ഞ് ക്ലീൻ ലോണ്ട്രി ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ ഗ്ലൗസ് ചേഞ്ച് ചെയ്യണം. എന്നിട്ട് അവിടെ നമ്മൾ ക്ലീൻ ഗ്ലൗസ് ധരിക്കണം. ഓക്കെ, and should remove to change to clean gloves before handling clean laundry. അപ്പൊ നമ്മള് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലോണ്ട്രി ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇടുന്ന ഗ്ലൗസ് മാറ്റിയിട്ട് ക്ലീൻ ഗ്ലൗസ് ധരിക്കണം. എപ്പോഴാ, ക്ലീൻ ലോണ്ട്രി ഹാൻഡിൽ ചെയ്യുമ്പോൾ. അല്ലാതെ നമ്മൾ വീണ്ടും നമ്മൾ ആ ക്ലീൻ ലോണ്ട്രി ഈ ഒരു ഗ്ലൗസ് വെച്ച് നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ വീണ്ടും അതിലേക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, if a person has a contagious diseases or is on contact precautions, clothes should be washed separately. ഈ പേഷ്യൻസ് നമ്മള് കണ്ടാജിനസ് ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്നത്, അപ്പൊ അങ്ങനെയുള്ള ഡിസീസുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവർക്കുടെ ക്ലോത്ത്സ് ഒക്കെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ കണ്ടാജിനസ് ഡിസീസ് അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രിക്കോഷൻസ് ഒക്കെ ഉള്ള പേഷ്യൻസിന്റെ ക്ലോത്ത്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. അത് വാഷ് ചെയ്യാൻ എന്നതും ഇങ്ങനെ വേണം, സെപ്പറേറ്റ് ചെയ്ത് വേണം. എല്ലാ ക്ലോത്ത്സും വാഷ് ചെയ്യേണ്ടതിന്റെ ഒപ്പം ഇതും അതിലിടാൻ പാടില്ല. ക്ലോത്ത്സ് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. ദ വാഷിംഗ് മെഷീൻ മസ്റ്റ് ദെൻ ബി ഡിസ്ഇൻഫെക്റ്റഡ് ആഫ്റ്റർ വാഷിംഗ്. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ വാഷിംഗ് മെഷീനും എന്ത് ചെയ്യണം, ഡിസ്ഇൻഫെക്റ്റഡ് ആക്കണം. അത് നമ്മൾ അതിൻ്റെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, ഡിസ്ഇൻഫെക്ഷൻ ചെയ്യണം, അണുനശീകരണം നടത്തേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ വീണ്ടും ആ വാഷിംഗ് മെഷീനിലേക്ക് വേറെ ക്ലോത്ത്സ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ലോണ്ട്രി കൈകാര്യം ചെയ്തതിന് ശേഷം വാഷിംഗ് മെഷീനും എന്ത് ചെയ്യണം, ഡിസ്ഇൻഫെക്റ്റഡ് ആക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ അത്രയാണ് ആ രണ്ട് പാരഗ്രാഫിലായിട്ട് പറയുന്നത്.
ഇനി വരുന്നത് സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻ. ഇനി ഈ ഇൻഫെക്റ്റഡ് ലിനൻ കളക്ട് ചെയ്യുമ്പോഴുള്ള കുറച്ച് കാര്യമാണ് അവിടെ പറഞ്ഞേക്കുന്നത്. സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻ, അത് പ്രത്യേകം നമ്മൾ കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്നത്. ഇൻഫെക്റ്റഡ് ലിനൻ ഇതുപോലെ എല്ലാത്തിന്റെ കൂടെ ഒന്നും നമ്മൾ കൂട്ടി ഒന്നും യോജിപ്പിക്കാനൊന്നും പാടില്ല. ഓക്കെ, ഓൾ ലിനൻ ആഫ്റ്റർ യൂസ് should be collected in each department or ward and segregated into potentially infective and not potentially infected. ഉപയോഗത്തിന് ശേഷമുള്ള ലിനൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ വാർഡിലും അത് ശേഖരിക്കുകയും അതിന് ഇൻഫെക്റ്റീവ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഇൻഫെക്ഷൻ സാധ്യത ഉള്ളതും ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടൊക്കെ എന്ത് ചെയ്യണം, അതിനെ സെപ്പറേറ്റ് ചെയ്യണം എന്നാ പറയണത്. അപ്പൊ നമ്മള് എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത ലിനൻ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ വേർതിരിക്കണം. എങ്ങനെയാ, ഇൻഫെക്റ്റീവ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മുടെ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതും ആയിട്ടുള്ള ലിനനുകള് തുണികളൊക്കെ തമ്മിൽ അതിന് എന്ത് ചെയ്യണം, അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത് തന്നെ പറയുന്നത്, എല്ലാം കൂടി നമ്മൾ കൂട്ടിക്കുഴച്ച് ചെയ്യരുത്, അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനനും ഇനി ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ലിനനും ഒക്കെ എന്ത് ചെയ്യണം, അതിനെ വേർതിരിക്കണം. Place stained linen into a clearly labeled and leak-proof container. എക്സാമ്പിൾ ആയിട്ട് ബാഗ്, ബക്കറ്റ് ഇതിലൊക്കെ വെക്കണം. ഇൻ ദ പേഷ്യന്റ് കെയർ ഏരിയ. ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത ലിനൻ അപ്പൊ തന്നെ മാറ്റണമെന്നില്ല. ചിലപ്പോ ആ പേഷ്യന്റ് കെയർ ഏരിയയിൽ തന്നെ വെക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ കളക്ട് ചെയ്തിട്ട് പിന്നെ അപ്പൊ തന്നെ അത് വാഷ് ചെയ്യാൻ കൊണ്ടുപോകണമെന്നില്ല. ചിലപ്പോ എന്ത് ചെയ്യുന്നു, ആ ഡിപ്പാർട്ട്മെന്റിൽ ആ പേഷ്യന്റ് കെയർ ഏരിയ തന്നെ വെച്ചിട്ട് കുറച്ച് സമയം ഇരുന്നിട്ടായിരിക്കും ചിലപ്പോ കൊണ്ടുപോകണത്. അപ്പൊയൊക്കെ എന്താ ചെയ്യുന്നേ, പ്ലേസ് സ്റ്റെയിൻഡ് ലിനൻ ഇൻ ടു ക്ലിയർലി ലേബിൾഡ്. അവിടെ പ്രത്യേകം ആ ഒരു ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ബാഗോ ബക്കറ്റോ അങ്ങനെ ഒരു ഇതുള്ള പുറത്തേക്ക് ഒരു ഇതില്ലാത്ത ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അത് ആ ടൈറ്റ് ലിനൻ കളക്ട് ചെയ്തതിന് ശേഷം അത് അവിടെ ക്ലിയർ ആയിട്ട് ലേബിൾ ചെയ്യണം. ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, ലേബിൾ ചെയ്യണം. ഇനി അത് വരുമ്പോൾ അത് എടുക്കുമ്പോഴും ഒക്കെ അതനുസരിച്ച് സ്റ്റാഫുകളൊക്കെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് വാഷ് ചെയ്യുമ്പോഴും സെപ്പറേറ്റ് ചെയ്തൊക്കെ വാഷ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെയൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അത് ഇൻഫെക്റ്റഡ് ലിനൻ, ചെയിൻഡ് ലിനൻ എന്ത് ചെയ്യുന്നു, അത് പ്രത്യേകം മാറ്റിയിട്ട് ലീക്ക് പ്രൂഫ് കണ്ടെയ്നറിൽ ആക്കിയിട്ട് അത് പ്രത്യേകം അതിന്റെ മുകളിൽ എന്ത് ചെയ്യണം, ലേബൽ ചെയ്ത് വെക്കണം. Staff who collect, handle, dispose or transport soiled linen are at high risk. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു റിസ്കി ജോലിയാണ് അവർക്ക്, അല്ലെ? വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻ സ്റ്റാഫ്സിന് വരാം. അപ്പൊ അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം, അതിൽ നിന്നൊക്കെ അതിന്റെ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഈ ഇൻഫെക്റ്റഡ് ലിനൻ കളക്ട് ചെയ്യുന്ന സ്റ്റാഫുകള്, അത് ഹാൻഡിൽ ചെയ്യുന്നവര്, ഡിസ്പോസ് ചെയ്യുന്നവര്, അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നവരൊക്കെ എന്താണ്, ഒരു വലിയൊരു റിസ്കിലാണ് ചെയ്യുന്നത്. അപ്പൊ അവര് എന്ത് ചെയ്യണം, അവരുടെ സേഫ്റ്റി നോക്കിയിട്ട് അത് പ്രത്യേകം അതൊക്കെ തിരിച്ച് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിപ്പോ അങ്ങനെ അവര് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി തന്നെ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, ഗ്ലൗസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് സേഫ്റ്റി മെഷേഴ്സ് കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതേ രീതിയിലൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള ലോണ്ടറി കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെന്ന് വെച്ചാൽ അത് അവരെ സംബന്ധിച്ചൊരു റിസ്കി ജോലി തന്നെയാണത്. ഓക്കെ, സാനിറ്റൈസിങ് വാഷിംഗ് മെഷീൻ. In order to prevent cross-contamination, every washer be sanitized at least once a day. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. വെച്ചാൽ വാഷിംഗ് മെഷീനൊക്കെ സാനിറ്റൈസ് ചെയ്യണമെന്ന്. ആ മെഷീൻ സാനിറ്റൈസ് ചെയ്യണം. അത് ഓരോ അലക്കും കഴിയുമ്പോൾ വേണ്ട, നമ്മളിപ്പോ ഒരു ദിവസത്തിൽ ഒരിക്കലും അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ, ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ വാഷർ എന്ത് ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം.
ഇതാണ് ഇപ്പൊ നമ്മൾ രാവിലെ മുതൽ ഇത് ചെയ്യാണ്. അപ്പൊ അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കെങ്കിലും നമ്മൾ അത് എന്ത് ചെയ്യണം, എല്ലാ ദിവസവും നിർബന്ധമായിട്ടും അത് സാനിറ്റൈസ് ചെയ്യണം. അല്ലെങ്കിൽ അതിൽ കൂടെ വീണ്ടും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ടു പ്രിവെന്റ് ക്രോസ് കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്, മൈക്രോ ഓർഗാനിസം ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ക്രോസ് കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാഷർ ദിവസത്തില് ഒരിക്കലെങ്കിലും എന്ത് ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം. ഓക്കെ, എവരി വാഷർ ബി സാനിറ്റൈസ്ഡ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. വൺസ് എ ഡേ, ചോയ്സ് എ ഡേ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഓപ്ഷൻസ് തരാം. അല്ലെങ്കിൽ നമ്മള് മാസത്തിൽ ഒരിക്കലെന്നോ അങ്ങനെ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കല് സാനിറ്റൈസ് ചെയ്യണം എന്നൊക്കെ തരാം. എങ്ങനെയാ പറഞ്ഞേക്കുന്നത്, ദിവസത്തില് ഒരു പ്രാവശ്യമെങ്കിലും അത് സാനിറ്റൈസ് ചെയ്യണം, ആ വാഷർ സാനിറ്റൈസ് ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഇവിടെ തന്നേക്കുന്നത് ഇപ്പൊ നിങ്ങൾ ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. ഇതും ഒന്ന് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി ഈ ലിനൻ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഓരോ സ്ഥലങ്ങളിലേക്കും ഒക്കെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ, വിതരണ സംവിധാനം. ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ്, നെക്സ്റ്റ് മിക്സ്ഡ് ലിനൻ സർവീസ്. അപ്പൊ ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ നമുക്ക് മൂന്നായിട്ട് ഹാൻഡിൽ ചെയ്യാം. ഏതൊക്കെയാ? സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, സെക്കൻഡ് ആണ് ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ്, മൂന്നാമത്തെയാണ് മിക്സ്ഡ് ലിനൻ സർവീസ്. ഫസ്റ്റ് സെൻട്രലൈസ്ഡ് ലിനൻ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു എങ്ങനെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻട്രൽ റൂമിന്റെ കൺട്രോളിലായിരിക്കും ഈ ലിനൻ ഇഷ്യൂ ചെയ്യുന്നതും ആൻഡ് ലിനൻ സർക്കുലേഷനും ഒക്കെ എല്ലാവരും ഒരു സെൻട്രൽ റൂമിന്റെ കൺട്രോളിലായിരിക്കും. ഓക്കെ, സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഇഷ്യൂയിങ് ഓഫ് ലിനൻ ആൻഡ് ലിനൻ സർക്കുലേഷൻ ഈസ് യൂഷ്വലി കൺട്രോൾഡ് ബൈ സെൻട്രൽ റൂം. എങ്ങനെയായിരിക്കും? ഒരു സെൻട്രൽ റൂമിന്റെ കീഴിലായിരിക്കും ഇത് ഈ ലിനന്റെ ഇഷ്യൂയും അതിന്റെ സർക്കുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നടത്തുന്നത് ഒരു സെൻട്രൽ റൂമിന്റെ കീഴിലായിരിക്കും. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? അപ്പൊ ഇതിനകത്ത് അപ്പൊ ഒരു കൺട്രോൾഡ് ഉണ്ടാവും. നമ്മൾ തോന്നിയ രീതിക്ക് ഒന്നും അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തു ആ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തു അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എല്ലാവരും എന്തെല്ലാം ആ ഒരു സെൻട്രൽ റൂമിന്റെ കൺട്രോളിലായിരിക്കും. This facilitates a better control over the staff. ഇത് സ്റ്റാഫിന്റെ മേൽ മികച്ച ഒരു നിയന്ത്രണം നൽകുന്നു. അതായത് സ്റ്റാഫിന്റെ കൺട്രോളിലായിരിക്കും ആ ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഒക്കെ വരുന്നത്. അപ്പൊ സ്റ്റാഫിന്റെ കൺട്രോളിലായിരിക്കും, ഒരു സെൻട്രൽ റൂമിന്റെ കൺട്രോളിലായിരിക്കും ഈ ലിനൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, എല്ലാം ഒറ്റ ഒരു സ്ഥലത്തു നിന്നായിരിക്കും എല്ലായിടത്തേക്കും ഒക്കെ ഒരു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതപ്പോ സ്റ്റാഫിന്റെ കൺട്രോളിൽ ആയിരിക്കും. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ് ആണ്. അണ്ടർ ദി സിസ്റ്റം ദി ഡിഫറെന്റ് യൂണിറ്റ്സ് such as ward, operation theatre, etc. are allotted with the needed quota of linen articles. ഇവിടെ എന്ന് പറഞ്ഞാൽ പല പല യൂണിറ്റ്സ് ഉണ്ടാവും. ഒറ്റ ഒരു റൂമിന്റെ കൺട്രോളിലല്ല, അതിന് എന്ത് ചെയ്യുക, പല പല യൂണിറ്റുകളായിരിക്കും. അത് അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ തിയേറ്റർ, ഓപ്പറേഷൻ തിയേറ്റർ, വാർഡ്, അങ്ങനെ പല പല യൂണിറ്റ്സ് ഉണ്ടാകും. നമുക്ക് യൂണിറ്റ് സച്ച് ആസ് വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ എക്സെട്ര. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെയാ ഇവർക്കൊക്കെ ഒരു ക്വാട്ട ഉണ്ടായിരിക്കും. വാർഡിലേക്ക് ഇത്ര എണ്ണം, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇത്ര എണ്ണം എന്നൊക്കെ ഒരു ക്വാട്ട അവര് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതനുസരിച്ച് അപ്പൊ നീഡ്സ് ഓഫ് ക്വാട്ട ഓരോ യൂണിറ്റിന്റെ അതിന്റെ ക്വാട്ട അനുസരിച്ച് എത്ര എണ്ണം അനുസരിച്ചിട്ടാണ് ഇവിടെ ലിനനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, നീഡ്സ് ഓഫ് ക്വാട്ട അനുസരിച്ച് ഡിഫറെന്റ് യൂണിറ്റിലേക്ക് കൊടുക്കാനുള്ള ഒരു സിസ്റ്റം ആണ് ഇത്. ഓക്കെ, മറ്റതെല്ലാം ഒരു സെൻട്രൽ റൂമിന്റെ കീഴിൽ വന്നിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഡീസെൻട്രലൈസ്ഡ് എങ്ങനെയാ, പല പല യൂണിറ്റ് ഉണ്ടായിരിക്കും. ഇപ്പൊ വാർഡ് ഒരെണ്ണം, ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനെ പല പല യൂണിറ്റിലായിരിക്കും. അപ്പൊ എന്താ പറയുന്നേ, അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഓരോ യൂണിറ്റിനും അവിടെ പ്രത്യേക ക്വാട്ട ഉണ്ടായിരിക്കും. ഇത്ര എണ്ണം വീതം ഒരു ഫിക്സ്ഡ് ഇതുണ്ടായിരിക്കും. ലിനൻ ഇതുണ്ടാവും, ബെഡ്ഷീറ്റ് ഇത്ര എണ്ണം വേണം, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന മറ്റുള്ള
പേഷ്യൻസിന്റെ ക്ലോത്ത് ഇത്ര എണ്ണം വേണം. അപ്പൊ ആ ക്വാട്ട അനുസരിച്ചിട്ടാണ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ. Decentralized linen service. Under the system, the different units such as ward, operation theatre, etc. are allotted with the needed quota of linen articles. ആവശ്യമായിട്ടുള്ള ആർട്ടിക്കിൾസ് ആ ഓരോ ഇതിന്റെ യൂണിറ്റിന്റെ നീഡ് അനുസരിച്ചിട്ടാണ് അവിടെ അനുവദിക്കുന്നത്. ഇനി മൂന്നാമത്തേന്ന് വെച്ചാൽ മിക്സ്ഡ് ലിനൻ സർവീസ് ആണ്. അവിടെ എങ്ങനെയാ? ലിനൻ സപ്ലൈ ടു certain special areas are done on the basis of decentralization. അപ്പൊ ചില സ്പെഷ്യൽ ഏരിയയില് എങ്ങനെയാണ്? ഡീസെൻട്രലൈസേഷന്റെ ഒരു ബേസിലായിരിക്കും. ചില ഏരിയയില് സ്പെഷ്യൽ ഏരിയയില് certain സ്പെഷ്യൽ ഏരിയാസില് ബേസിസ് ഓഫ് ഡീസെൻട്രലൈസേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ബട്ട് ദ റെസ്റ്റ് ഓഫ് ദ ഏരിയ ഫോളോഡ് സെൻട്രലൈസ്ഡ് ലിനൻ സപ്ലൈ. ബാക്കിയുള്ളത് എങ്ങനെയായിരിക്കും? ഏത് മെത്തേഡിലായിരിക്കും? സെൻട്രലൈസ്ഡ് മെത്തേഡിലായിരിക്കും. അപ്പൊ ഇത് രണ്ടും കൂടിയാണ് നമ്മൾ വരുന്നത്. മിക്സ്ഡ് ലിനൻ സർവീസിൽ കുറച്ച് ഏരിയ ഡീസെൻട്രലൈസേഷനെ ബേസ് ചെയ്തിരിക്കും, ബാക്കി ഏരിയ ഫോളോ ചെയ്യുന്നത് സെൻട്രലൈസ്ഡ് ലിനൻ സപ്ലൈയും ആയിരിക്കും. അപ്പൊ അതിന്റെ രണ്ടിന്റെയും കൂടി ഒരു മിക്സ്ഡ് ആണ് മിക്സ്ഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. The linen used in our hospital service make a huge effect on the quality of care provided. അപ്പൊ ഇങ്ങനെ നമ്മള് ഈ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ലിനനുകള് അത് നൽകുന്നത് ആ സർവീസില് എന്തുണ്ടെന്നാ പറഞ്ഞേക്കണേ? ഒരു നല്ലൊരു ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ക്വാളിറ്റിക്ക് അവിടെ ഇമ്പോർട്ടന്റ് ആണ് കൊടുക്കുന്നത്. ഇതാണ്, ക്വാളിറ്റിക്കാണ് അവിടെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അപ്പൊ ആശുപത്രിയിലൊക്കെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ലിനൻ സർവീസിൽ ഒരു ക്വാളിറ്റി കെയർ അതിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നല്ല ക്വാളിറ്റിയിലുള്ളതായിരിക്കണം, അങ്ങനെയായിരിക്കും. ക്വാളിറ്റിക്കാണ് അവിടെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. എവറി ഹോസ്പിറ്റൽ നീഡഡ് ടു ഹാവ് എ 6 sets ഓഫ് ലിനൻ ഫോർ ഈച്ച് ബെഡ്. ഇവിടെ നോക്കിയേ, എല്ലാ ഹോസ്പിറ്റലിലും എത്ര സെറ്റ് വേണം? അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. Every hospital needs to have 6 sets of linen for each bed. ഓരോ ബെഡിനും 6 സെറ്റ് ലിനൻ വേണം എന്നാ പറയുന്നത്. എത്ര സെറ്റ് വേണം? 6 set. ഓക്കെ, 6 set. അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. Every hospital needs to have 6 sets of linen for each bed. ഓരോ ബെഡിനും 6 സെറ്റ് ലിനൻ വേണം. അവിടെ നോക്കിയേ, 6 set of linen rotation for 1 inpatient bed at a time. ഒരു ടൈമില് ഒരു ഇൻപേഷ്യന്റ് ബെഡിന് 6 സെറ്റ് ലിനൻ വേണം. ഓക്കെ, അപ്പൊ അതിന് ഒരു സെറ്റ് എന്ന് പറഞ്ഞ എന്താ? 1 ഷീറ്റ് പ്ലസ് 1 പില്ലോ കവർ. ഒരു ബെഡ്ഷീറ്റും ഒരു പില്ലോ കവറും ചേർന്നതാണ് ഒരു സെറ്റ്. അപ്പൊ അങ്ങനെ എത്ര സെറ്റ് വേണം എന്നാ പറഞ്ഞേ? ഒരു ഇൻപേഷ്യന്റ് ബെഡിന് 6 സെറ്റ് ലിനൻ വേണം. ഓക്കെ, 6 സെറ്റ്. ഓക്കെ, വെരി ഗുഡ്. 6 സെറ്റ് ലിനൻ ആണ് ഓരോ ഇൻപേഷ്യന്റ് ബെഡിനും വേണ്ടത്. അപ്പൊ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെറ്റിൽ എന്ത് വരുന്നുണ്ട്? ഒരു ഷീറ്റും പ്ലസ് 1 പില്ലോ കവറും. ഒരു ബെഡ്ഷീറ്റും ഒരു പില്ലോ കവറും ചേർന്നാണ് ഒരു സെറ്റ്. അപ്പൊ അങ്ങനെ 6 സെറ്റ് വേണം എന്നാ പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ റൊട്ടേഷൻ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതിന്റെ 6 സെറ്റ് ഇല്ലേ, അതിന്റെ ഓരോന്നിനെയും നമുക്ക് റൊട്ടേഷൻ എങ്ങനെയാന്നുള്ളത് ആണ് ഇനി ഇവിടെ തന്നിരിക്കുന്നത്. റൊട്ടേഷൻ 2 sets ഫോർ വാഷ്. 2 സെറ്റ് വാഷിന് വേണ്ടിയിട്ടുള്ളത്, അലക്കാനായിട്ടുള്ളത്. 2 sets ഫോർ വാഷ്, 2 സെറ്റ് വാഷ് ചെയ്യാനുള്ളത്. നോക്കിയേ, 1 ബെഡ്ഷീറ്റ് ഓൺ ദ വേ ടു ദ ലോണ്ടറി വൈൽ 1 ഷീറ്റ് ഓൾറെഡി ഇൻ ലോണ്ടറി വാഷിംഗ് സൈക്കിൾ. അപ്പൊ ഒരു സെറ്റ്, 2 സെറ്റ് വാഷിന് വേണ്ടി വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഒരു സെറ്റ് ഓൺ ദ വേ ടു ദ ലോണ്ടറി, ലോണ്ടറിയിലേക്കുള്ള വഴിയില് അലക്കാൻ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഇതില് ഒരു സെറ്റ് വേണം. കണ്ടോ? 1 ബെഡ്ഷീറ്റ് ഓൺ ദ വേ ടു ദ ലോണ്ടറി. ഒരു ഷീറ്റ് എങ്ങനെയാ? ആ ലോണ്ടറിയിലേക്കുള്ള വഴിയില്. വൈ 1 ഷീറ്റ് ഓൾറെഡി ഇൻ ദ ലോണ്ടറി വാഷിംഗ് സൈക്കിൾ. ഒരു സെറ്റോ ഓൾറെഡി ആ ലോണ്ടറി വാഷിംഗ് മെഷീനിൽ വാഷിംഗ് സൈക്കിളിലായിരിക്കും. ഓക്കെ, ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ലോണ്ടറിയിലേക്ക് പോകുന്ന വഴി. ഇപ്പൊ
ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി ആ ലോണ്ടറിയിലേക്ക് അലക്കാൻ കൊണ്ടുപോകുന്ന വഴി അങ്ങനെ ഒരു സെറ്റ് വേണം. ഒരെണ്ണം എന്ന് വെച്ചാൽ വാഷിംഗ് സൈക്കിളിലായിരിക്കും, ലോണ്ടറിയിലെ വാഷിംഗ് സൈക്കിളിൽ ഒരു സെറ്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ 2 സെറ്റ്. ഇനി നോക്കിയേ നെക്സ്റ്റ് 2 സെറ്റ്സ് ഇൻ യൂസ്. 2 സെറ്റ് ഉപയോഗിക്കാനായിട്ട് 2 സെറ്റ് വേണം. നോക്കിയേ 1 ബെഡ്ഷീറ്റ് ഷുഡ് ഓൾറെഡി ബി ഓൺ ദ ബെഡ്. ഒരെണ്ണം ഓൾറെഡി ആ ബെഡിൽ വിരിക്കണം. ഓക്കെ, ഒരു ബെഡ്ഷീറ്റ് ഓൾറെഡി ആ ബെഡിൽ വിരിച്ചിട്ടുണ്ടാവണം. while one should be ready to use. ഒരെണ്ണം ഉപയോഗിക്കാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് മാറ്റണമെങ്കിൽ ഒരു എക്സ്ട്രാ ഒരെണ്ണം ഉപയോഗിക്കാൻ വേണ്ടി അവിടെ നമ്മുടെ റൂമിൽ തന്നെ അവൈലബിൾ ആയിരിക്കണം. അപ്പൊ 2 എണ്ണം യൂസിന് വേണ്ടി, ഒരെണ്ണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓൾറെഡി ബെഡിൽ ഇട്ടേക്കുന്നത് ഒരു ഷീറ്റും, പിന്നെ ഒരെണ്ണം അത് ഇനി എന്തെങ്കിലും പെട്ടെന്ന് വന്നാലൊക്കെ മാറ്റാൻ വേണ്ടി തയ്യാറായിട്ട് ഒരു ഷീറ്റ് ഉണ്ടായിരിക്കും. ചില ഇതിനകത്തൊക്കെ അങ്ങനെ എക്സ്ട്രാ ഒരു ഇത് നമുക്ക് ഓൾറെഡി തരും അല്ലേ? ബെഡ്ഷീറ്റ് പില്ലോയൊക്കെ അവര് മാറ്റാൻ വരുമ്പോ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരെണ്ണം ബെഡ്ഷീറ്റ് ഇതിനകത്ത് വിരിക്കും, ഒരെണ്ണം എക്സ്ട്രാ അവിടെ തരും ചില സ്ഥലങ്ങളിലൊക്കെ, ചില ഹോസ്പിറ്റൽസിലൊക്കെ. എന്തായാലും 2 സെറ്റ് അങ്ങനെ വേണം, ഉപയോഗിക്കാൻ തയ്യാറായിട്ട് വേണം. ഓക്കെ, അതാണ് വൺ ബെഡ്ഷീറ്റ് ഷുഡ് ഓൾറെഡി ബി ഓൺ ദ ബെഡിൽ ഒരെണ്ണം വേണം, ഒരെണ്ണം ഉപയോഗിക്കാൻ തയ്യാറായിട്ടുള്ളത് ഒരെണ്ണം വേണം. അപ്പൊ അങ്ങനെ 4 എണ്ണമായിട്ടോ. ഇനി നെക്സ്റ്റ് 2 എണ്ണം എന്താ? 2 സെറ്റ്സ് ഇൻ സ്റ്റോക്ക്. 2 സെറ്റ് സ്റ്റോക്കും വേണം. ഓക്കെ, അപ്പൊ അങ്ങനെ 6 സെറ്റ്സ് വേണം എന്നാ പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, 1-2 പേരൊക്കെയാണല്ലോ തമ്പിടമുള്ളൂ. ബാക്കിയുള്ളവര് തമ്പിടാൻ ഒരു സമയമില്ലേ? എത്ര സമയം വേണം? ഇനി മനസ്സിലായത് തമ്പിട്ടില്ലെങ്കിൽ മനസ്സിലാവാത്തവരൊന്ന് പറയണം കേട്ടോ, മെസ്സേജ് ചെയ്യണം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ. ഓക്കെ, നിങ്ങളുടെ മൊഡ്യൂളിന്റെ ഒക്കെ പേപ്പറൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ എക്സാമിന് വരുന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്തായാലും എടുത്തു തുടങ്ങിയത് പിന്നെ പകുതി വെച്ച് നിർത്താൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇന്നിപ്പോ തീരും, കുറച്ചുള്ളൂ ഒരു ചാപ്റ്റർ. നിങ്ങളോട് നിഷ മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ മെഡിക്കൽ ടെർമിനോളജി ആണ് ഞാൻ തുടങ്ങണേ. അപ്പൊ അതെന്ന് പറഞ്ഞ അത് ഓൾറെഡി നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ടാവും. ഷർണിയ മിസ് ക്ലാസ് തുടങ്ങിയില്ലേ? അതിന്റെ ഒരു പോർഷൻ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലാസ് എനിക്കുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഒരു മൊഡ്യൂളിലെ ആ ഒരു ഇതനുസരിച്ചിട്ട് ഇനി നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ഒരു ചാപ്റ്റർ ആണ് മെഡിക്കൽ ടെർമിനോളജി. ലോണ്ടറി ഒക്കെ ലാസ്റ്റ് ഇതിലേക്കാ വരുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അബ്രിവേഷൻസ് ഒക്കെ വരുന്നത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ എന്റെ മോക്ക് ടെസ്റ്റിൽ ഈ നമ്മൾ എടുത്ത ഭാഗത്ത് ബേസ് ചെയ്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻ ഇന്ന് തന്നെ ഇട്ടേക്കാം. നാളത്തേക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, നോക്കാം. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇനിയിപ്പോ ഞാൻ തരുന്നില്ല. ഈ ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ടെർമിനോളജിയുടെ ഒരു ഭാഗം ഞാൻ എടുക്കുകയാണ്. നമുക്ക് ആ ഒരു ചാപ്റ്റർ കൂടി വേഗം തീർത്താലാണ് നിങ്ങൾക്ക് എക്സാം. ഇനിയിപ്പോ ഏതാണ് ശരണ്യ മിസ്സിന്റെ ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്. അപ്പൊ 2 ചാപ്റ്ററും കൂടി ടീച്ചറിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ തീരുന്നതിന്റെ അനുസരിച്ച് ഇപ്പൊ അതുപോലെ ആർക്കാണ് നമ്മുടെ മാത്രമാണ് എന്റെ ഇന്നും കൂടി ആ ചാപ്റ്റർ എനിക്ക് ഡിവൈഡ് ചെയ്തേക്കുന്ന ചാപ്റ്റർ ഇന്നും കൂടി ഉള്ളൂ. ഇത് തീരുവാണ്. പക്ഷെ ഇനിയിപ്പോ അവർക്കടെ തീരാത്തതുകൊണ്ട് ഞാൻ ആ ചാപ്റ്റർ അതിന്റെ കണ്ടിന്യൂഷൻ എന്ന നിലയിൽ ആ ചാപ്റ്റർ നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. അത് ഇനിയിപ്പോ നിങ്ങൾക്ക് എക്സാമിന് അത് ഫോക്കസ് ചെയ്യാം. ഇതുകൂടിയും കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ചാപ്റ്റർ നമുക്ക് തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം. പിന്നെ അത് ഇത് നെക്സ്റ്റ് ഇത് എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ ലാസ്റ്റ്. ചാപ്റ്റർ 16 ആണോ? ഓക്കെ, ചാപ്റ്ററിന്റെ നമ്പർ ഈ പറഞ്ഞ പോലെ എത്രയാണ് ഞാൻ നോക്കിയില്ല. മെഡിക്കൽ ഇൻഷുറൻസ് അല്ല, മെഡിക്കൽ ടെർമിനോളജി. ഓക്കെ, ഷർണിയ മിസ് നിങ്ങൾക്ക് തുടങ്ങിയില്ലേ? ചാപ്റ്റർ മിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവല്ലോ. പ്രിഫിക്സ് സഫിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ? യെസ്. ഓക്കെ, ചാപ്റ്റർ 35 ആണ്. അപ്പൊ കുറച്ച് പോർഷൻ മിസ് അത് കുറച്ചെടുക്കും. ബാക്കി കണ്ടിന്യൂഷൻ ഉള്ള നിലയിൽ ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേഗം എക്സാമിന്റെ ഒക്കെ സമയം ഈ ഒരു 3 മാസം കവറായല്ലോ നമ്മുടെ കോഴ്സിന്റെ ആയില്ലേ?
28-ാം തീയതി. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. എന്തായാലും ഇനിയിപ്പോ ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യണ എക്സാമിന് ബേസ് ചെയ്ത് ഈ ഒരു ചാപ്റ്റർ നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം കേട്ടോ. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടെ ഉള്ളൂ, അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, ഇതിപ്പോ നമ്മൾ എടുക്കുന്ന മെഡിക്കൽ ടെർമിനോളജിയാണ്. ഇനി ഒരു ചാപ്റ്ററും കൂടി വെച്ച് നിങ്ങളൊന്ന് അത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ പേപ്പർ ഡിവൈഡ് ചെയ്ത് തന്നിട്ടില്ലേ ഓരോ ഇതെല്ലാം. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ഇതിനകത്ത് വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തോ? സെക്കൻഡിൽ വരുന്നത്, ഫസ്റ്റ് സെക്കൻഡിൽ വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും ഒക്കെ കവർ ചെയ്തെന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുകയും കൂടി ചെയ്യണം. ഇനി ഏതെങ്കിലും ചാപ്റ്റർ എടുക്കാനുണ്ടോ എന്നുള്ളതും കൂടി നോക്കാം കേട്ടോ. മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ 4th മൊഡ്യൂളിലാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അത് എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട്, നിങ്ങളും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഇനിയിപ്പോ റീസ മിസ്സിന്റെ കുറച്ചുണ്ട്, ശരണ്യ മിസ്സിന്റെ ഉള്ളൂ തീരാനായിട്ട്. ഓക്കെ, നിഷ മിസ്സിന്റെയും ഒരെണ്ണം ലാസ്റ്റത്തെ ആണ്. അത് ഒരു ക്ലാസ് കൂടി തീരുമെന്ന് തോന്നുന്നു. അതിപ്പോ മൺഡേക്ക് ഉണ്ടല്ലോ ടീച്ചറിന്റെ ക്ലാസ്, മൺഡേ തീരുമെന്നാ പറഞ്ഞത്. നമ്മുടെ ചാപ്റ്റർ അത് ഇന്നിപ്പോ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ചാപ്റ്റർ ശരണ്യ മിസ് എടുത്തതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇതും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്തിടാം കേട്ടോ. ബാക്കി നാളെ ഉണ്ടല്ലോ, ബാക്കിക്ക് നാളെ നോക്കാം. ഓക്കെ, നോക്കിയേ. ഇനിയിപ്പോ നമ്മൾ അപ്പൊ അങ്ങനെ അതിന്റെ റൊട്ടേഷൻ പറഞ്ഞു. 6 സെറ്റ് എന്ന് പറഞ്ഞു. 2 സെറ്റ്സ് ഫോർ വാഷിന് വേണ്ടി 2 സെറ്റ്, 2 സെറ്റ് ഇൻ യൂസ്, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 2 സെറ്റ്, 2 സെറ്റ്സ് സ്റ്റോക്ക് 2 സെറ്റ്, അങ്ങനെ 6 സെറ്റ് വേണമെന്ന് പറഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് നമ്മൾ ചലഞ്ചസ് ആണ്. ഈ ലോണ്ടറി സർവീസ് ഈ ഡിപ്പാർട്ട്മെന്റ്, ലോണ്ടറി ആൻഡ് ലിനൻ ഡിപ്പാർട്ട്മെന്റ് എന്താ അവര് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാ, വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഓക്കെ, ചലഞ്ചസ് ആണ് ഇനി നെക്സ്റ്റ് വരുന്നത്. ദ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസസ് സം മേജർ ചലഞ്ചസ് ദേ ആർ. അവര് ഫേസ് ചെയ്യുന്ന കുറച്ച് ചലഞ്ചസ് ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. 5 പോയിന്റ്സ് ആണ്, ചെറിയ ഷോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ. ഫസ്റ്റ് പോയിന്റിൽ എന്താ? ലോസ് ഓഫ് ലിനൻ ഓർ തെഫ്റ്റ്. ലിനൻ തുണികൾ നഷ്ടപ്പെടുക അല്ലെങ്കിൽ തെഫ്റ്റ് മോഷണം പോവുക. ലോസ് ഓഫ് ലിനൻ ഓർ തെഫ്റ്റ്. തെഫ്റ്റ് എന്ന് വെച്ചാൽ മോഷണം. ചിലപ്പോ നമുക്കിങ്ങനെ എന്താ പറയാ, മോഷ്ടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറച്ച് തുണികൾ നഷ്ടപ്പെടുക എന്നുള്ളത്. നെക്സ്റ്റ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ, HAI നമ്മൾ പഠിച്ചാണ്. ഹോസ്പിറ്റലിൽ നിന്നും അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷനെയാണ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ഈ ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ എടുക്കുന്ന ലോണ്ടറി ഒക്കെ അലക്കണ സമയത്ത് നമ്മൾ എടുക്കുന്ന ലിനനൊക്കെ ഇല്ലേ, അത് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ കുറച്ചും കൂടി കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും എന്താണ് ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് ആയിട്ട് വരാം. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ നമ്മളിപ്പോ തന്നെ എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. ഇൻഫെക്റ്റഡ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ടൊക്കെ വേണം അത് വാഷ് ചെയ്യാൻ. എല്ലാത്തിനും കൂടെ ഇടാൻ പാടില്ല. അത് കളക്ട് ചെയ്യുമ്പോഴും ഒക്കെ ഒരു പ്രത്യേകം അത് കളക്ട് ചെയ്യണം. അത് വാഷ് ചെയ്യുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണം. വാഷ് ചെയ്തതിന് ശേഷം ആ വാഷറും ഡിസ്ഇൻഫെക്ഷൻ നടത്തണം. അങ്ങനെയുള്ള ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു വെല്ലുവിളിയാണ് അവര് ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. നെക്സ്റ്റ് വരുന്നതാണ് ലാക്ക് ഓഫ് വെൽ ഡിഫൈൻഡ് ലോണ്ടറി ഹൈജീൻ പ്രോസസ്. അഭാവം, ലാക്ക് എന്ന് പറഞ്ഞാൽ അഭാവം, കുറവ്. വെൽ ഡിഫൈൻഡ് ലോണ്ടറി ഹൈജീൻ പ്രോസസ്, ഇതിന്റെ ഒരു അഭാവം, കുറവ്. വെൽ ഡിഫൈൻഡ് ലോണ്ടറി ഹൈജീനിക് പ്രോസസ്സിന്റെ ഒരു അഭാവം. നെക്സ്റ്റ് ഹൈ കോസ്റ്റ് കൂടുതലാണ് എന്നുള്ളത് ഒരു ഫേസ് ചെയ്യുന്ന ഒരു ഈ ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. മെഷീൻസ്, വാഷർ മെഷീൻസ് കാര്യങ്ങള് അതിനൊക്കെ വേണ്ടിയിട്ടും, അതുപോലെ ലേബർ കോസ്റ്റ് വേണ്ടേ, ലേബർ എത്രയോ ആളുകൾ വേണം ഹോസ്പിറ്റലിൽ. ഇത്രയും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന തുണികൾ കുറെ ഒരുപാട് ഉണ്ടാകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലേബർ കോസ്റ്റ് വരും, ആ മെഷീൻസിന്റെ കാര്യങ്ങൾ വരും, അതിന് വേണ്ടിയിട്ടുള്ള കറണ്ട്, അങ്ങനെയുള്ള എല്ലാവരും കോസ്റ്റ് കൂടുതലാണെന്നുള്ളത്. നെക്സ്റ്റ് ആണ് ബ്രേക്ക് ഡൗൺ ഓഫ് ലോണ്ടറി മെഷീൻസ്. ബ്രേക്ക് ഡൗൺ എന്താ പറയാ, ഒരു തകരാറ് പറ്റുക, ബ്രേക്ക് ഡൗൺ ആവുക, ലോണ്ടറി മെഷീൻസിന്റെ തകരാറ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ വരുന്നത് ബ്രേക്ക് ഡൗൺ ആവുന്നതും ഈ ചലഞ്ചസിൽ വരുന്നതാണ്. ഏതൊക്കെയാ
laundry department face ചെയ്യുന്ന challenges? Loss of linen or theft, hospital acquired infection, lack of well-defined laundry hygiene process. Next, high cost, breakdown of laundry machines. Laundry machines in the breakdown. Okay, high cost government. The last ചെറിയൊരു paragraph ഉള്ളൂ. Hospital laundry service are thus responsible for providing safe, clean, ample and timely apply of linen to user units of the hospital at the right time, right quality and right place. അപ്പൊ എന്താണ് ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊവൈഡിങ് സേഫ്, നല്ല സേഫ് ആയിട്ടുള്ളത്, ക്ലീൻ വൃത്തിയായിട്ടുള്ളത്, ആമ്പിൾ ആവശ്യത്തിനുള്ളത്, അങ്ങനെയുള്ള ലോണ്ടറി, ഈ ഒരു ലിനൻ കാര്യങ്ങളൊക്കെ ആ യൂസർ യൂണിറ്റിലേക്ക് കറക്റ്റ് ടൈമില്, കറക്റ്റ് ക്വാളിറ്റിയില്, കറക്റ്റ് പ്ലേസില്, റൈറ്റ് പ്ലേസിലൊക്കെ അവൈലബിൾ ആക്കുക, എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ലോണ്ടറി സർവീസിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി. എന്താണ്? റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് സേഫ്, ക്ലീൻ, ആമ്പിൾ ആൻഡ് ടൈമിലി സപ്ലൈ. ഇഷ്ടമുള്ള സമയത്തല്ല, അതൊരു ടൈമില്, ഇത്ര ടൈമില് ഇത്ര ഇതൊക്കെ അവിടെ എത്തിക്കണം എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ ഒരു ടൈം ബേസ് ചെയ്തിട്ട് ആൻഡ് ടൈംലി അപ്ലൈ ഓഫ് ലിനൻ ടു യൂസർ യൂണിറ്റ് ഓഫ് ദ ഹോസ്പിറ്റൽ അറ്റ് ദ റൈറ്റ് ടൈം. കറക്റ്റ് ടൈം വേണം, റൈറ്റ് ക്വാളിറ്റിയിൽ വേണം, റൈറ്റ് പ്ലേസിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. Every healthcare department has the aim of making sure their patients are comfortable and ultimately that they are safe and healthy. Every healthcare department has aim of making sure their patients are comfortable and ultimately that they are safe and healthy. അപ്പൊ എല്ലാ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെയും ലക്ഷ്യം എന്താ, എയിം എന്താന്ന് പറഞ്ഞാൽ അവരുടെ പേഷ്യൻസ് നല്ല സുരക്ഷിതരായിട്ടിരിക്കുക, അല്ലെ? Sure their patients are comfortable and ultimately they are safe and healthy. അവര് നല്ല സേഫ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, സുരക്ഷിതവും ആരോഗ്യകരവുമാണെന്ന് എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുകയാണ്, ഷുവർ ചെയ്യുക, ഉറപ്പുവരുത്തുകയാണ് ഈ എല്ലാ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു എയിം എന്ന് പറയുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ നമുക്ക് പേഷ്യൻസിനാണെങ്കിലും ഒക്കെ ആവശ്യത്തിനുള്ള അത് നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ലിനൻസ് സപ്ലൈ ചെയ്യുക. നമ്മളിപ്പോ ഡിസീസുകളൊക്കെ ആണെങ്കിലും അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാനും അതിൽ നിന്നൊക്കെ ഒരു ഇൻഫെക്ഷൻ ഒക്കെ വരാതിരിക്കാനൊക്കെ വളരെ ശ്രദ്ധിക്കണം, അല്ലെ? അപ്പൊ അതുകൊണ്ട് അതൊക്കെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ടൊക്കെ എന്ത് ചെയ്യുക? സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ലോണ്ടറി ലിനൻ സർവീസിന്റെ ഒരു എന്താ പറയാ, ഒരു ജോലി ഇതെന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് എന്താ? ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെ എയിം എന്താ? പേഷ്യൻസ് അവര് നല്ല സേഫ് ആയിട്ടും ഹെൽത്തി ഒക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെ എയിം, ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി നമുക്ക് ടൈം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, പറഞ്ഞല്ലോ അത് നെക്സ്റ്റ് 4th മൊഡ്യൂളിലേക്ക് വന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ആ ഒരു ടൈം നമുക്ക് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഇനിയിപ്പോ എക്സാം ഒക്കെ കഴിഞ്ഞ് നമുക്ക് അടുത്ത ഇത് തുടങ്ങുമ്പോൾ ഈ ചാപ്റ്ററിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതാം. പക്ഷെ മോക്ക് ടെസ്റ്റിൽ 5 ക്വസ്റ്റ്യൻ ഇന്ന് തന്നെ ഇട്ടേക്കാം കേട്ടോ, നാളത്തേക്ക് നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, എല്ലാവരും വിഷമിച്ചോ? ആ, ഒരു ചാപ്റ്റർ തീർന്നു കേട്ടോ. ഞാനല്ലേ, ഞാനിങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് പറയല്ലേ, അല്ലെ? നിങ്ങൾ കേട്ടിരിക്കണല്ലോ ഉള്ളൂ. ഓക്കെ, നമുക്കേ ശരണ്യ മിസ് മെഡിക്കൽ ടെർമിനോളജി തുടങ്ങിയതല്ലേ നിങ്ങൾ പറഞ്ഞത്, അല്ലേ? തുടങ്ങിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ വരെ എത്തി? പ്രിഫിക്സ് സഫിക്സ് ഒക്കെ ആയോ? പ്രിഫിക്സ് സഫിക്സ് ടേബിൾ എടുത്തു. ഞാൻ റൂട്ട് വേർഡ്സിന്റെ ആണ് എടുക്കാനുള്ളത്. ഇനി റൂട്ട് വേർഡ്സ് ആണ് എടുക്കാനുള്ളത്. പ്രിഫിക്സ് സഫിക്സ് ഫുൾ കഴിഞ്ഞോ? ഫുൾ കഴിഞ്ഞല്ലേ? ഓക്കെ,
അപ്പൊ നെക്സ്റ്റ് നമ്മൾ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇങ്ങോട്ട് പോന്നിട്ട് റൂട്ട് വേർഡ്സ് കഴിച്ചിട്ട് അബ്രിവേഷൻസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ അതുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. ഒരു എത്ര എണ്ണം ഉണ്ടെന്ന് അറിയോ? 300. ആരെങ്കിലും നോക്കിയായിരുന്നോ? ചാപ്റ്റർ നോക്കിയായിരുന്നോ? ചാപ്റ്റർ നോക്കിയോ? എത്രയുണ്ട് അബ്രിവേഷൻ? എത്ര അബ്രിവേഷൻ ഉണ്ടെന്ന് അറിയോ? 327 ഉണ്ട്. 327 അബ്രിവേഷൻസ് പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. ഇനി ഫുൾ അബ്രിവേഷൻസിന് ഓക്കെ. അപ്പൊ അതില് അത്രയും പഠിപ്പിച്ച് ഞാൻ വിഷമിപ്പിക്കുന്നില്ല. അതിനകത്ത് നമ്മൾ പഠിക്കുമ്പോ എല്ലാം പറയും, ക്ലാസ്സിലെല്ലാം റീഡ് ചെയ്ത് പോകും. അതിൽ കുറച്ച് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഓരോന്നും നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ ഞാൻ പറയും ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് പഠിക്കേണ്ടതെന്നുള്ളത്. നിങ്ങൾ അതിന്റെ ഒപ്പം തന്നെ ടിക്ക് ചെയ്ത് പോകാം. 327 പഠിക്കാന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, നിങ്ങൾ അത്രയും അങ്ങോട്ട് വിഷമിപ്പിക്കുന്നില്ല. ഇനി 327 പഠിച്ചോളാന്നുള്ളവരുണ്ടോ? അത് കുഴപ്പമില്ല മിസ്സേ, ഞാൻ 327 പഠിക്കാന്ന് പറയുന്നവരുണ്ടോ? ഇത്തിരി വിഷമാണ് അല്ലേ? കുറച്ച് തന്നോ? വേണോ? എല്ലാവരും ഇവിടെ കരച്ചിലൊക്കെ വരുന്നുണ്ട് എല്ലാവർക്കും. ഓക്കെ, ട്രൈ ചെയ്യാന്നൊക്കെ ഇട്ടുണ്ട്. ഓക്കെ, എന്തായാലും കുറച്ച് അത്ര അബ്സർവേഷൻസ് നിങ്ങൾ പഠിക്കണ്ട. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അടയാളപ്പെടുത്തി തരാം, ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അത്രയും എണ്ണം മാത്രം നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിച്ചാൽ മതി. മറ്റൊന്ന് അറിഞ്ഞിരിക്കാന്ന് മാത്രം. ഓക്കെ, എങ്കിലും ക്ലാസ്സിൽ ഫുള്ള് പറയാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ അബ്രിവേഷൻ തുടങ്ങുന്നത്. അബ്രിവേഷൻസ് മെഡിക്കൽ ടെർമിനോളജിയുടെ ഒരു ഭാഗമാണ് കേട്ടോ അബ്രിവേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി കുറെ അബ്രിവേഷൻസ് ഒക്കെ നമ്മൾ പല ചാപ്റ്ററുകളിലായിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ എന്താ അബ്രിവേഷൻ എന്ന് പറയുന്നേ? എന്താണ് ഉദ്ദേശിക്കുന്നത് അബ്രിവേഷൻസ് എന്നുള്ളത് കൊണ്ട്? എന്താ ഉദ്ദേശിക്കുന്നേ? ഒരു വേർഡിന്റെ ഷോർട്ട് ഫോം ആണ് അബ്രിവേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഒരു വേർഡിന്റെ അല്ലെങ്കിൽ ഫ്രേസിന്റെ ഒരു ഷോർട്ട് ഫോം. അപ്പൊ നമ്മള് ഫുൾ അങ്ങനെ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ? അത് നീട്ടി പിടിച്ച് എഴുതേണ്ട കാര്യം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ കുറെ സമയം നമുക്ക് കളയണം, സ്പേസും വേണം അല്ലെ? അപ്പൊ ഇതൊക്കെ എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് കുറെ അബ്രിവേഷൻസ് നമ്മൾ ഒരു മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അഡ്വാൻറ്റേജ്? എന്താ? ടൈം നമുക്ക് ലാഭിക്കാം, സ്പേസ് നമുക്ക് ലാഭിക്കാം. പിന്നെ റിപ്പീറ്റേഷൻ, കുറെ ഇങ്ങനെ ആവർത്തിച്ച് വലിയ വലിച്ചു വാരി എഴുതണേന്നൊക്കെ നമുക്ക് അതിനെയൊക്കെ ഒഴിവാക്കാൻ പറ്റും ഇങ്ങനെയുള്ള ചെറിയ വേർഡ്സിന്റെ ഷോർട്ട് ഫോം യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ അബ്രിവേഷൻ എന്ന് പറയുന്നത്. അബ്രിവേഷൻ എന്താ? ഷോർട്ടൻഡ് ഫോം ഓഫ് എ വേർഡ് ഓർ ഫ്രേസ്. ഇപ്പൊ മിസ്സിന്റെ നിങ്ങൾ എന്തെങ്കിലും നോട്ട് ചെയ്തായിരുന്നോ? ശരണ്യ മിസ്സിന്റെ ചാപ്റ്ററിൽ എന്തെങ്കിലും നോട്ട് ചെയ്തായിരുന്നോ? ടെർമിനോളജിയുടെ നോട്ട്സ് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ അതിനകത്ത്? ഇല്ല. അപ്പൊ നമ്മളിപ്പോ എടുത്തില്ലേ, നമ്മുടെ ബുക്കിൽ തന്നെ എഴുതിക്കോ നിങ്ങൾ അബ്രിവേഷൻ എന്നൊന്ന് ഹെഡിങ് കൊടുക്കാം കേട്ടോ. പഠിക്കുമ്പോ എന്തായാലും ഒരുമിച്ച് അങ്ങ് പഠിച്ചതേ, ഒരുപാട് വേറെ ഒന്നും എഴുതാനില്ല. ജസ്റ്റ് എന്താണ് അബ്രിവേഷൻ എന്ന് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അബ്രിവേഷൻസ്. An abbreviation is a shortened 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 form of a word. Shortened shortened form of a word or phrase. 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 Word or phrase. ഇതിന്റെ ഒരു ഷോർട്ട് ചെയ്തൊരു ഫോം ആണ് അബ്രിവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെന്റൻസ്. It may be used to save
SAVE, save, space, SPACE, space and time. Save, space and time. നമുക്ക് സ്പേസും ടൈമും ഒക്കെ സേവ് ചെയ്യാനായിട്ട് അബ്രിവേഷൻസ് യൂസ് ചെയ്യാം. ഇറ്റ് മേ ബി യൂസ്ഡ് ടു സേവ് സ്പേസ് ആൻഡ് ടൈം, കോമ, ടു അവോയ്ഡ് AVOID, to avoid repetition, REPETITIONS, repetition of long words and phrases. Long words and phrases. ഓക്കെ, അതാണ് അബ്രിവേഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു അബ്രിവേഷൻ ആർക്കെങ്കിലും പറയാമോ? നമ്മൾ പഠിച്ചത് ഇത് നോക്കണ്ട, അറിയാമോ നോക്കട്ടെ. ഏതെങ്കിലും ഒരു അബ്രിവേഷൻ ഇത്രയും ചാപ്റ്ററുകൾ പഠിച്ചിരുന്ന ഏതെങ്കിലും ഒരെണ്ണം അതെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്തിടോ, പറഞ്ഞാലും മതി. PPE, ഓക്കെ, വെരി ഗുഡ്. PPE എന്താ എക്സ്പാൻഡഡ് ഫോം? AED, ഓട്ടോമാറ്റഡ്. PPE എന്നാ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, EMS. അപ്പൊ കുറേ കിടക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് അബ്രിവേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ വേർഡ്സ് ഫുൾ എഴുതണ്ട, അതിന്റെ ഷോർട്ട് ഫോം ആണ്. ഇത് നമ്മൾ പഠിച്ചതാണ്, കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ വെന്റിലേറ്ററിലൊക്കെ കുറെ എക്യുപ്മെന്റ്സുകളൊക്കെ വരുന്നില്ല അതിനകത്തൊക്കെ. MRD, ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം കേട്ടോ. ഫസ്റ്റ് നോക്കി അബ്രിവേഷൻസ്. അപ്പൊ ഇവിടെ തന്നേക്കുന്നത് 3 RBC എന്നൊക്കെ പറഞ്ഞ് കുറെ പഞ്ഞുണ്ട്. ഓക്കെ, മതി. HAI, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 3 ടേബിൾ ആയിട്ടാണ് തന്നേക്കുന്നത്. ഫസ്റ്റ് ടേബിളിൽ സീരിയൽ നമ്പർ, സെക്കൻഡ് വണ് ഏതാണ് അബ്രിവേഷൻസ്, തേർഡ് വൺ എക്സ്പാൻഷൻ. എക്സാമിന് നിങ്ങൾക്ക് ഇതിന്റെ ഏതെങ്കിലും അബ്രിവേഷൻ എഴുതാനാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോ ഇനി എക്സ്പാൻഡഡ് ഫോം ആണെങ്കിൽ അബ്രിവേഷൻ തന്നിട്ട് വേണമെങ്കിൽ എക്സ്പാൻഡഡ് ഫോമും ചോദിക്കാം. അപ്പൊ എന്തായാലും നമ്മൾ ഇത് രണ്ടും പഠിക്കണം. അപ്പൊ അത് കുറച്ച് പഠിച്ചാൽ മതി. ഓരോ പേജിലും വരുമ്പോൾ ഞാൻ ടിക്ക് ചെയ്യാൻ പറയാം, അത്രയും മാത്രം നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിച്ചാൽ മതി. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും പഠിക്കണ്ട. ഒള്ളി നമ്മൾ എന്താ അബ്രിവേഷൻ എഴുതാൻ മാത്രം പഠിച്ചു വെക്കുക. അപ്പൊ അതിനകത്ത് നോക്കിയാൽ ഫസ്റ്റ് വൺ ഏതാ? A and P എന്നാണ് തന്നേക്കുന്നത്. അതിന്റെ ഒരു അബ്രിവേറ്റഡ് ഫോം ആണ് A and P എന്ന്. A and P എന്ന് എവിടെ എഴുതിയാലും അനാട്ടമി ആൻഡ് ഫിസിയോളജി എന്നാണ് A and P എന്ന് അർത്ഥമാക്കുന്നത്. അനാട്ടമി എന്താ? ഇന്റേണൽ സ്ട്രക്ചർ പഠിക്കുന്നത് അല്ലെ, സ്റ്റഡി ഓഫ് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗാനിസംസ്. നമ്മൾ ഇന്റേണൽ സ്ട്രക്ചറിനെ കുറിച്ചുള്ള പഠനം അനാട്ടമി. ഫിസിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ functions of mechanism, scientific study of functions and mechanism of living system. അതൊന്നും നോക്കണ്ട കേട്ടോ, വെറുതെ പറഞ്ഞതാണ്. ഇത്രയും നോക്കുക. A and P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാട്ടമി ആൻഡ് ഫിസിയോളജി പഠിച്ചോ? ഓക്കെ, ഇനി സെക്കൻഡ് നോക്കിയേ. A കഴിഞ്ഞിട്ട് ഒരു വരയും അവിടെ ഉണ്ട്, A ഒരു ഡാഷ് ഇട്ടുണ്ട്. അത് മീൻ ചെയ്തത് ബിഫോർ എന്നാണ്. ബിഫോർ, മുമ്പ് എന്നുള്ള മീനിങ് ബിഫോർ. ഇനി തേർഡിൽ തന്നേക്കുന്ന A ഡാഷ് ഉണ്ട്, ഒരു ഡാഷ് കൂടി തന്നിട്ടുണ്ട്. അവിടെ മീൻ ചെയ്യുന്ന എന്താണ്? ഇവിടെ ഉപയോഗിക്കുന്നത് റൈറ്റിംഗ് പ്രിസ്ക്രിപ്ഷനിലാണ്. യൂസ്ഡ് ഇൻ റൈറ്റിംഗ് പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോഴാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ഓഫ് ഈച്ച്, ഓരോന്നിന്റെയും എന്ന മീനിങ് ആണ്. ഓഫ് ഈച്ച്, ഓരോന്നിന്റെയും. നെക്സ്റ്റ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ ABD ആണ്. ABD അതിന് എന്താ മീൻ ചെയ്യുന്നത് നോക്കിയേ? അബ്ഡോമൻ. അബ്ഡോമൻ ആണ് ABD. അപ്പൊ ABD എന്ന് എവിടെ എഴുതിയാലും നമ്മൾ എന്തെന്ന് വായിക്കണം? അബ്ഡോമൻ എന്ന് വായിക്കണം. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് അബ്ഡോമൻ. അബ്ഡോമൻ എന്ന് വെച്ചാൽ എന്താ? വയർ അല്ലെ, അബ്ഡോമൻ. നെക്സ്റ്റ് ഫിഫ്ത് വൺ ABG ആണ്. ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അത് നമ്മുടെ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ലെവല് മെഷർ ചെയ്യുന്നതാണ്. ബ്ലഡിലെ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് അളവൊക്കെ മെഷർ ചെയ്യുന്നതാണ് ABG എന്ന് പറയുന്നത്, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്.
ഓക്കെ ഓക്കെ, സുസ്മിത ലീവ് ചെയ്തോ കേട്ടോ. ഇത് നിങ്ങൾക്ക് തന്നെ വായിച്ച് പഠിക്കാവുന്ന കാര്യമുള്ളൂ അബ്രിവേഷൻസ്, എങ്കിലും നമ്മൾ ഒന്ന് പറയാണ് കേട്ടോ. നെക്സ്റ്റ് AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ മീൽസ്. നമ്മൾ ഇതൊക്കെ എഴുതൂലേ, നമ്മൾ ആഹാരത്തിന് മുന്നേ ഒക്കെ പറഞ്ഞ ആഹാരത്തിന് ശേഷം എന്നൊക്കെ പറയില്ലേ, അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന AC എന്ന് കണ്ടു കഴിഞ്ഞാല് അത് സ്മോൾ ലെറ്റർ ആണ്. AC എന്ന് ബിഫോർ മീൽസ്, ഭക്ഷണത്തിന് മുന്നേ എന്നാണ് അതിന്റെ ഒരു മീനിങ്. അടുത്താണ് ACLS എന്ന് പറയുന്നത്. ACLS എന്താ? അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് ഇതിനെയാണ് ഏതെന്ന് പറയുന്നത് ACLS എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ കാർഡിയാക് അറസ്റ്റ്, സ്ട്രോക്ക് ഒക്കെ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന ഒരിതാണ് ഈ ACLS എന്ന് പറയുന്നത്. അത് വേറെ അതിന്റെ ഡീറ്റെയിൽ ഒന്നും എക്സാമിന് ചോദിക്കില്ല, അത് തരും, എന്നിട്ട് അതിന്റെ അബ്രിവേഷൻ എഴുതാനോ ചോദിക്കുള്ളൂ. ഒരുപാട് ഇത്രയും എണ്ണത്തിന്റെ നമ്മൾ വീണ്ടും ഒരുപാട് വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഉള്ളി നിങ്ങൾ ഇത്രയും മാത്രം പഠിക്കുക. എന്താണ് ACLS എന്ന് പറഞ്ഞ അതിന്റെ അബ്രിവേഷൻ എന്താണ്? അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. അടുത്തത് LIB, ആസ് മച്ച് ആസ് ഡിസറേഡ്, ആഗ്രഹിക്കുന്നത് അത്രയും. അപ്പൊ ഈ പറഞ്ഞ ഇതില് 1 to 8 എന്നുണ്ടെങ്കിൽ നിങ്ങൾ 5, 6, 7 അത് മൂന്നും ടിക്കറ്റ് വെച്ചോ. 5, 6, 7 ഏതൊക്കെയായിരുന്നു? 5 ABG ആണ്, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. AC എന്ന് പറഞ്ഞാൽ ബിഫോർ മീൽസ്. 7 ACLS ഇതാണ് അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. ഇത് മൂന്നും പഠിക്കണം. ഓക്കെ, ഇന്ന് തന്നെ പഠിക്കണം കേട്ടോ. ഓരോന്നും എടുക്കുമ്പോ അതപ്പൊ തന്നെ പഠിച്ചു പോവുക. 3 എണ്ണം നിങ്ങൾ പഠിക്കണം. ഇനി നെക്സ്റ്റ് ADL ആണ്, ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിങ്, ദൈനംദിന ജീവിതത്തിന്റെ പ്രവർത്തനം. ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിങ്, ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിങ്, ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിങ് ADL. നെക്സ്റ്റ് ആണ് AED. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ? AED എന്താണ്? ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫ്രിബിലേറ്റർ. ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫ്രിബിലേറ്റർ AED. 10ാമത്തെ ടിക്ക് കിട്ടോ കേട്ടോ, അതും പഠിക്കണം. അപ്പൊ ഞാൻ എത്ര നമ്മൾ പറഞ്ഞത്? 10 എണ്ണം നോക്കിയാൽ മതി. ബാക്കി നാളെ നമുക്ക് നോക്കാം. അതില് 5 പഠിക്കണം, 6 പഠിക്കണം, 7 പഠിക്കണം, 10 പഠിക്കണം. ഓക്കെ, AED ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫ്രിബിലേറ്റർ. ഇത്രയും 4 എണ്ണം അത്രയും ഉള്ളതെന്ന് പഠിച്ചാൽ മതി. ഓക്കെ, 5, 6, 7, 10. ഇനി ഓരോന്ന് എടുക്കുമ്പോ, ഓരോ പേജസ് എടുക്കുമ്പോ ഞാൻ പറയാം ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, പഠിക്കേണ്ടത്. അത്രയും മാത്രം എക്സാമിന് വേണ്ടി പഠിച്ചാൽ മതി. അല്ലെങ്കിൽ തന്നെ ഒരുപാട് ചാപ്റ്റേഴ്സ് ആയില്ലേ? ഫസ്റ്റ് സെക്കൻഡ് പേപ്പറിൽ അത്രയും പഠിക്കാനില്ല എല്ലാവർക്കും കൂടി വരുമ്പോ. അപ്പൊ ഇനി അബ്രിവേഷൻസ് ഫുള്ള് ഇത്രയും കുത്തിയിരുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ടാണ് ഷോർട്ട് ചെയ്ത് തന്നത്. ഓക്കെ, അപ്പൊ പഠിക്കാൻ പറയുന്നത് മാത്രം നമ്മൾ ടിക്ക് ഇട്ട് അത് ക്ലിയർ ആക്കി പഠിക്കുക. മറ്റതൊന്ന് കേട്ടു പോവുക. ഓക്കെ, ബാക്കിത്തെ നമുക്ക് നാളെ നോക്കാം. നാളെ ഉണ്ടല്ലോ ക്ലാസ്. ഓക്കെ, ക്ലാസ് അതിന്റെ പേരോട്ടെ. അപ്പൊ ഇത് ഇന്ന് പഠിച്ച 4 ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ബൈ. മാഡം നമുക്ക് എക്സാം അടുത്ത മാസമായിരിക്കും. എക്സാമിന്റെ ഡേറ്റ് പറയും നിങ്ങൾക്ക്. അടുത്ത മാസമായിരിക്കും മാഡം. അടുത്ത മാസം ആയിരിക്കും. അത് ഡേറ്റ് ഒക്കെ എന്താന്നുള്ളത് കറക്റ്റ് പറയും. ഇപ്പൊ അടുത്ത ഓണമൊക്കെ ആയല്ലോ. അപ്പൊ എങ്ങനെയാന്നുള്ളതൊക്കെ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് അത് തരും. ഇപ്പൊ നമ്മുടെ ചാപ്റ്റർ അടുത്ത എക്സാം ഉണ്ടാവും നിങ്ങൾക്ക്. എക്സാം ഇപ്പൊ ചാപ്റ്റർ ഫസ്റ്റ് സെക്കൻഡ് നിങ്ങൾക്ക് അറിയാം. പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഒരുവിധം ചാപ്റ്റേഴ്സ് ഒക്കെ കവർ ചെയ്തില്ലേ? ഇനി ട്രീ സയൻസിന്റെ കുറച്ചുണ്ട്, ശരണ്യ മിസ്സിന്റെ കുറച്ചുണ്ട്, പിന്നെ ഇപ്പൊ പിന്നെയുള്ളതാണ് ടെർമിനോളജിയുടെ കുറച്ച്. അതിന്റെ കുറച്ച് ഭാഗം നമ്മൾ എടുക്കാം, കുഴപ്പമില്ല. അപ്പൊ നിങ്ങളുടെ ആ ചാപ്റ്റർ അങ്ങ് വേഗം തീരും. എന്തായാലും അടുത്ത ആഴ്ചയും കൊണ്ട് നമുക്ക് എന്തായാലും നിങ്ങളുടെ ആ പോർഷൻസ് ഒക്കെ തീരും. ഫസ്റ്റും സെക്കൻഡിലും വരുന്നത്, ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന ചാപ്റ്റേഴ്സ് എല്ലാം കവർ ചെയ്യും.
അത് കഴിഞ്ഞിട്ട് എക്സാം ഉണ്ടാവും. ഡേറ്റ് ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ ഓണം കഴിഞ്ഞിട്ടാണോ മുന്നാണോ എങ്ങനെയാണെന്നൊന്നും ഡേറ്റ് ഒന്നും അറിയിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ എക്സാം വരുന്ന രീതിയിൽ എന്നുള്ള രീതിയിൽ പതുക്കെ പതുക്കെ പഠിച്ചു തുടങ്ങിക്കോ. ഓക്കെ, കുറച്ച് കുറച്ച് പോർഷൻസ് ഒക്കെ പഠിച്ചു തുടങ്ങിക്കോ. എന്തായാലും എക്സാം ഉണ്ടാവും. ഓക്കെ ഓക്കെ ബൈ. മാഡം എക്സാമിന് എത്ര ദിവസം മുമ്പാണ് ഡേറ്റ്? 2 ആഴ്ചയ്ക്ക് മുമ്പ് അറിയിക്കുമോ? അത് ഒന്നും പറഞ്ഞിട്ടില്ല ബിനോയ്. ഇവിടുന്ന് നമുക്ക് എന്നത്തേക്കാന്നുള്ള ഡേറ്റ് കിട്ടിയിട്ടില്ല. നമ്മളോട് കഴിഞ്ഞ പെട്ടെന്ന് ബാച്ചിന് പോർഷൻസ് തീർക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ വൈസ് ചാപ്റ്ററുകൾ ഇപ്പൊ നമുക്ക് അടുത്ത ആഴ്ച കൊണ്ട് എന്തായാലും തീരും എല്ലാവർക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയിക്കുമല്ലോ, ഇവിടുന്ന് ഓഫീസിൽ നിന്ന് പറയൂ കേട്ടോ. ഓക്കെ, പതുക്കെ പതുക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോ. ഓക്കെ ബൈ. ഓക്കെ മാഡം.